നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. ലോക്കപ്പിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ്. പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മർദ്ദനമേറ്റ റോയിയുടെ ബന്ധുക്കൾ. 191 കോടിയോളം രൂപയുടെ ബജറ്റുമായി കൽപ്പറ്റ നഗരസഭ. മാലിന്യ സംസ്കരണത്തിനും ഭവനത്തിനും മുൻഗണന. കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ബജറ്റിൽ ഊന്നൽ. ജനക്ഷേമ ബജറ്റ് എന്ന് UDF, ഊതി വീർപ്പിച്ച ബജറ്റ് എന്ന് LDF. വയനാടിന്റെ കായിക കുതിപ്പിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കായിക മന്ത്രി AC മൊയ്തീൻ. നിർദ്ദിഷ്ട മുണ്ടേരി ജില്ലാ സ്റ്റേഡിയം മന്ത്രി സന്ദർശിച്ചു. സ്റ്റേഡിയം നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും മന്ത്രി. ചെമ്പ്ര എസ്റ്റേറ്റ് ലോക്കൌട്ട്. മാർച്ച് 28-ന് കമ്പനി ഹെഡ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച്. പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനം. നാളെ ലോക വനദിനം. വനസംരക്ഷണത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും വർഷങ്ങളായി കയ്യേറിയ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഹെക്ടർ കണക്കിന് വനം ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ല. കൽപ്പറ്റ വെള്ളാരംകുന്ന് മിച്ചഭൂമിയിലെ ജനങ്ങൾക്ക് യാത്രാ ദുരിതം ഇരട്ടി. പാലമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് നേരെ മുഖം തിരിച്ച് അധികൃതർ. നാട്ടുകാർ പ്രക്ഷോഭത്തിന്. വാർത്തകൾ വിശദമായി. ലോക്കപ്പിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. പോലീസ് കേസെടുത്തു. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കേസ്. IPC 506, 323, 324, 326 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാർച്ച് 13-നാണ് തൊട്ടിൽപ്പാലം ഒട്ടോരിക്കുന്നേൽ റോയി തോമസിനെ പോലീസ് മർദ്ദിച്ചത്. ലോക്കപ്പ് മർദ്ദനത്തിൽ റോയിക്ക് പരിക്കേറ്റിരുന്നു. റോയിയെ കോടതിയുടെ നിർദ്ദേശപ്രകാരം മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോയിയുടെ മൊഴി പ്രകാരം പുൽപ്പള്ളി CI കേസ് രജിസ്റ്റർ ചെയ്തു. പുൽപ്പള്ളി സ്റ്റേഷനിലെ അഡീഷണൽ SI ഉൾപ്പെടെ 4 പേർക്ക് എതിരെയാണ് കേസ്. IPC 506, 323, 324, 326 എന്നീ വകുപ്പ് പ്രകാരമാണ് കേസ്. വയനാട് വിഷൻ, മാനന്തവാടി. തന്റെ സഹോദരനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മർദ്ദനമേറ്റ റോയി തോമസിന്റെ സഹോദരൻ തൊട്ടിൽപ്പാലം കാവിലുംപാറ ഒടാരക്കുന്നേൽ ഷാജി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പരിശോധനയ്ക്കിടെ വാഹനം നിർത്തിയില്ലെന്നാരോപിച്ചാണ് റോയിയെ ഭാര്യ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയി പുൽപ്പള്ളി അഡീഷണൽ SIയുടെ നേതൃത്വത്തിൽ പോലീസ് ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ റോയിക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ബത്തേരി കോടതിയിലെ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശമാണ് റോയിയെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. റോയിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത സാഹചര്യത്തിൽ മർദ്ദനത്തിന് കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണം. അദ്ദേഹം സാരമായ പരിക്കുകളോടെ മാനന്തവാടി ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ മജിസ്ട്രേറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി തെറ്റ് ചെയ്ത ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസ് മർദ്ദനത്തിനെതിരെ മുഖ്യമന്ത്രി, DGP, പ്രതിപക്ഷ നേതാവ്, മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്നിവയ്ക്ക് പരാതി നൽകുമെന്നും ഷാജി പറഞ്ഞു. വയനാട് വിഷൻ, മാനന്തവാടി. മാലിന്യ സംസ്കരണത്തിനും പാർപ്പിടത്തിനും കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ഊന്നൽ നൽകി കൽപ്പറ്റ നഗരസഭ ബജറ്റ്. മുൻ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 191 കോടി 6,67,000 രൂപ വരവും 190 കോടി 73,54,100 രൂപ ചിലവും 53,12,900 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ PP ആലി അവതരിപ്പിച്ചത്. കൽപ്പറ്റയെ വികസിത നഗരമാക്കി മാറ്റുന്നതിനും പച്ചപ്പ് നിലനിർത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ബജറ്റ് ലക്ഷ്യം വെക്കുന്നു. ശുചിത്വ മിഷന്റെ സഹായത്തോടെ 5 കോടി രൂപ ചിലവിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്, എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ 15 കോടി രൂപ ചിലവിൽ PMAYF ഭവന പദ്ധതി, 3.5 കോടി രൂപയുടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതികൾ, സ്വയം തൊഴിൽ പദ്ധതിക്കായി 2 കോടി, ജനറൽ ആശുപത്രിയിൽ കാരുണ്യ ഫാർമസിക്കായി 20 ലക്ഷം, സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 3 കോടി, സംസ്ഥാന സർക്കാർ സഹായത്തോടെ 44 കോടി രൂപ ചിലവിൽ മുണ്ടേരി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നു.
5 കോടി രൂപ ചിലവഴിച്ച് പഴയ കുടിവെള്ള പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും. 4 കോടി രൂപ ചിലവിൽ ഗോത്രാരോഗ്യ, 55 ലക്ഷം രൂപ ചിലവിൽ സർവർക്കും ആരോഗ്യ പദ്ധതി, ശിശുവികസനത്തിന് 77 ലക്ഷം, വിദ്യാഭ്യാസ പുരോഗതിക്ക് 2 കോടി, മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് 150 ലക്ഷം രൂപ ചിലവഴിച്ച് കൽപ്പറ്റ മാതൃകാ നഗരം പദ്ധതി തുടങ്ങിയവ നടപ്പാക്കും. NULM പദ്ധതിയിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾക്കായി 4 കോടി തുടങ്ങിയ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, MP തുടങ്ങിയവരുടെ സഹകരണത്തോടെ കൽപ്പറ്റയെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള സമഗ്ര ബജറ്റാണ് വൈസ് ചെയർമാൻ PP ആലി അവതരിപ്പിച്ചത്. വയനാട് വിഷൻ, കൽപ്പറ്റ. കൽപ്പറ്റ നഗരസഭ അവതരിപ്പിച്ചത് ജനക്ഷേമ ബജറ്റെന്ന് ഭരണപക്ഷം. എന്നാൽ ഊതിവീർപ്പിച്ച ബജറ്റാണെന്നും കഴിഞ്ഞ വർഷത്തെ തനിയാവർത്തനമാണ് ബജറ്റെന്നും LDF ആരോപിച്ചു. മറുപടി വേളയിൽ രാഷ്ട്രീയം കലർന്ന വാദങ്ങൾ അരങ്ങേറിയതായിരുന്നു കൽപ്പറ്റ നഗരസഭ ബജറ്റ്. കൊണ്ടും കൊടുത്തും കൊണ്ടുള്ള ബജറ്റിന്റെ മറുപടി വേളയിൽ വൈസ് ചെയർമാൻ PP ആലിയും പ്രതിപക്ഷാംഗങ്ങളായ V ഹാരിസും KT ബാബുവും തമ്മിൽ വാഗ്വാദങ്ങളും അരങ്ങേറി. നഗരസഭയുടെ സമഗ്ര വികസനമാണ് ബജറ്റിലൂടെ അവതരിപ്പിച്ചതെന്ന വൈസ് ചെയർമാൻ PP ആലി തുമ്പൂർ മൊഴി മോഡൽ മാലിന്യ സംസ്കരണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ കുടിവെള്ള ശുദ്ധീകരണ പദ്ധതി തുടങ്ങി കൃഷിക്കും ഭവനത്തിനും കുടിവെള്ളത്തിനും ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഭരണപക്ഷമായ UDF പറയുന്നു. നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം കൂട്ടുന്നതിന് വേണ്ടി വികസനത്തിന് പുതിയ മുഖം നൽകിക്കൊണ്ടുമുള്ള ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. ഒരു നഗരത്തിൻ്റെതായ പൂർണ്ണതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കൽപ്പറ്റ വികസിത നഗരമാക്കി മാറ്റുന്നതിനും പച്ചപ്പ് നിലനിർത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നു. എന്നാൽ ഊതി വീർപ്പിച്ചതാണ് ബജറ്റെന്നാണ് പ്രതിപക്ഷമായ LDF പറയുന്നത്. കഴിഞ്ഞ തവണത്തെ ബജറ്റിന്റെ തനിയാവർത്തനമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഊതി വീർപ്പിച്ച ബഡ്ജറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കൽപ്പറ്റ നഗരസഭയിൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റ് 167 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അതിന്റെ ചെലവും 167 കോടി തന്നെയാണ്. ഏതാണ്ട് ശിഷ്ട സംഖ്യ മാത്രം 65 ലക്ഷം രൂപ നീക്കിയിരിക്കുള്ള ഒരു ബഡ്ജറ്റാണ്. പക്ഷെ ആ ബഡ്ജറ്റിനകത്ത് 31 കോടി രൂപയാണ് കണ്ടെത്താൻ സാധിച്ചത്. വയനാട് വിഷൻ, കൽപ്പറ്റ. വയനാടിന്റെ കായിക കുതിപ്പിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കായിക മന്ത്രി AC മൊയ്തീൻ. നിർദ്ദിഷ്ട മുണ്ടേരി ജില്ലാ സ്റ്റേഡിയം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റേഡിയം നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും. കായിക വികസനത്തിന്റെ ആസ്ഥാനമായി ജില്ലാ സ്റ്റേഡിയത്തെ മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വയനാടിന്റെ കായിക മേഖലയിലെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ജില്ലയിൽ ആദിവാസി മേഖലയിലടക്കം മികച്ച കായിക താരങ്ങളാണ് ഉള്ളത്. എന്നാൽ പരിശീലനത്തിനായി നല്ല ഗ്രൗണ്ട് പോലുമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വയനാടിന്റെ കായിക കുതിപ്പിന് ഉതകുന്ന തരത്തിൽ ഗ്രൗണ്ടുകളുടെ നവീകരണം, ഹോസ്റ്റൽ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗതയോടെ നടപ്പാക്കും. ജില്ലാ സ്റ്റേഡിയത്തിന്റെ DPR ഇതിനകം തയ്യാറായി കഴിഞ്ഞു. സ്ഥലം MLA CK ശശീന്ദ്രന്റെ ഇടപെടലും ജില്ലാ സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. വയനാട് പോലുള്ള ഒരു പിന്നോക്ക ജില്ലയിൽ സ്പോർട്സിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ഗവൺമെന്റ് ഇടപെടലുണ്ടായിട്ടില്ല എന്നുള്ള ബോധ്യവും ഇതിനാവശ്യമായ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവാത്തതുമൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവിടുത്തെ MLA അതിശക്തിയായി ഈ വിഷയം സഭയിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ വിഷയമൊക്കെയായി ബന്ധപ്പെടുത്തിയാണ് ജില്ലാ സ്റ്റേഡിയം എന്നുള്ള നിലയ്ക്ക് ജില്ലയിലൊരു സ്റ്റേഡിയം ഗവൺമെൻറ് പുതിയ കിഫ്ബി വഴി ഏറ്റെടുക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജില്ലാ സ്റ്റേഡിയവുമായിട്ട് അതിനനുബന്ധ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്റ്റേഡിയമായിട്ട് ഇതിനെ മാറ്റണം എന്ന് സർക്കാർ തീരുമാനിച്ചതും. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M മധു, ജില്ലാ കളക്ടർ BS തിരുമേനി, സ്പോർട്സ് കൗൺസിൽ അംഗം സലീം കടവൻ, കായിക അധ്യാപിക വിജയ് ടീച്ചർ, CM ശിവരാമൻ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം എത്തിയിരുന്നു. വയനാട് വിഷൻ, കൽപ്പറ്റ. മേപ്പാടി ചെമ്പ്ര എസ്റ്റേറ്റ് ലോക്കൌട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 28-ന് കമ്പനി ഹെഡ് ഓഫീസിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. ചെമ്പ്രയിൽ വിളിച്ചു ചേർത്ത തൊഴിലാളികളുടെ യോഗ തീരുമാനമനുസരിച്ചാണ് സമരപ്രഖ്യാപനം. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാർച്ച് 1-ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ചർച്ചയിലുണ്ടായ ധാരണയിൽ നിന്ന് തോട്ടം മാനേജ്മെൻറ്റ് പിന്നോട്ട് പോയ സാഹചര്യത്തിലാണ് സമരം ഹെഡ് ഓഫീസിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനമുണ്ടായത്. 8 ദിവസത്തിനുള്ളിൽ തോട്ടം തുറക്കുന്ന തീയതി പ്രഖ്യാപിക്കുമെന്നായിരുന്നു മാർച്ച് 1-ലെ ചർച്ചയെ തുടർന്നുണ്ടായ തീരുമാനം. ഹൃദയാഘാതത്തെ തുടർന്ന് മന്ത്രി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രശ്നത്തിൽ നേരിട്ടിടപെടുന്നതിന് പരിമിതിയുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ ശക്തമായ സമര രീതികളിലേക്ക് കടക്കാൻ സാവകാശമെടുക്കുന്നത്. പ്രശ്നം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിൽ തൊഴിലാളികൾക്ക് വലിയ അസംതൃപ്തിയുണ്ട്. അത് അവർ യോഗത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. PVS ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാത്തിമ ഫാംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് തോട്ടത്തിൻ്റെ ഉടമസ്ഥത.
അവരുടെ ഹെഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്താനുള്ള തീരുമാനത്തെക്കുറിച്ച് സമരസഹായ സമിതി കൺവീനർ പി ഗഗാറിൻ വയനാട് വിഷനോട് ഈ തോട്ടം നേരത്തെ യൂണിയനുകൾ നിശ്ചയിച്ചതുപോലെ തോട്ടം ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് വീതം വെച്ച് തൊഴിലാളികൾ തന്നെ നടത്തി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടാക്കാനാണ് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് 28-ാം തീയതി സമരത്തിന് ശേഷം ഇതിന് തീരുമാനമാവുന്നില്ലെങ്കിൽ തുടർന്ന് അടുത്ത മാസം ഏപ്രിൽ മാസത്തിൽ ഈ നേരത്തെ എടുത്തിട്ടുള്ള ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് തോട്ടം തൊഴിലാളികളെ ഏറ്റെടുത്ത് നടത്തുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാ തൊഴിൽ നിയമങ്ങളും ചെമ്പ്ര എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ലംഘിക്കുന്നുവെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. കൽപ്പറ്റ വെള്ളാരംകുന്ന് മിച്ചഭൂമിയിലെ ജനങ്ങൾക്ക് യാത്രാ ദുരിതം മാറുന്നില്ല. പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഏകദേശം 100-ന് മുകളിൽ കുടുംബങ്ങൾ അധിവസിക്കുന്ന ഇവിടെ പാലമില്ലാത്തതിനാൽ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയൊന്നുമല്ല. നിലവിൽ കുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കുമായി അനുദിനം ഉപയോഗിച്ചു വരുന്ന വഴിയാണിത്. രോഗശയ്യയിലായവരെ കസേരയിലും മരത്തിന്റെ സ്ട്രക്ചർ നിർമ്മിച്ച് അതിൽ കിടത്തിയും ചുമലിലേറ്റി കൊണ്ടുപോകാനും കൊണ്ടുവരുവാനും ഉപയോഗിക്കുന്ന 160 സ്റ്റെപ്പുകളുള്ള വഴി പാലം പണിതു നൽകാമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയവർ ഇന്ന് ജനത്തിനു നേരെ മുഖം തിരിക്കുന്നു. കൽപ്പറ്റ മുനിസിപ്പാലിറ്റീൻ്റെ മൂക്കിന് താഴെ തന്നെയുള്ള പൂളക്കുന്ന് എന്ന പ്രദേശത്ത് ഇത്രയും ആളുകളുടെ വോട്ട് ഇവിടെ കിട്ടുന്ന സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം വന്നിട്ട് പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള അവകാശങ്ങളെ ഒരു തരം വജ്രായുധങ്ങളാക്കിയിട്ട് അവരുടെ ഇലക്ഷന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യങ്ങളാണ് 10-40 വർഷമായിട്ട് നമ്മൾ കാണുന്നത്. ഈ വാർഡിൽ 50 വർഷത്തിനടുത്ത് സ്ഥിരതാമസമാക്കിയ വൈക്കത്തുവളപ്പിൽ പാത്തുണ്ണിയുമ്മ കഴിഞ്ഞ മാസം ആശുപത്രിയിൽ പോയി വീട്ടിലേക്ക് വരുമ്പോൾ ഈ 160ഓളം പടികൾ ഇറങ്ങുന്നതിനിടെ തലചുറ്റി വീഴുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഭരണാധികാരികളും തിരിഞ്ഞു നോക്കുകയോ അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല എന്നതും വേദനാജനകമാണ്. തൂക്കുപാലത്തിന് MLA ഫണ്ട് എന്നൊക്കെ പണം പാസ്സായിക്കണേ 75 ലക്ഷം റുപ്യ എന്തോ പാസ്സായി പറഞ്ഞ് അത് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരൊക്കെ വന്നു പോയിട്ട് പിന്നെ ഒരു ദിവസം പറഞ്ഞിട്ട് ഞങ്ങളിതിനിങ്ങനെ നിയന്ത്രണം നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവര് പറഞ്ഞ് പിന്നെ അതിൻ്റെ പിന്നെ പണം ലാപ്സായി പോയി. പ്രായമായവർക്കും വയ്യ, ആകാത്തവർക്കും വയ്യ. ഒരാൾ വീണ് മരിച്ചപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ. ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. വയനാട് വിഷൻ, വൈത്തിരി. വരൾച്ചയും കുടിവെള്ളക്ഷാമവും രൂക്ഷമായതിനെ തുടർന്ന് ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടതോടെ ജനങ്ങൾ അലക്കാനും കുളിക്കാനും കബനി പുഴയിലേക്ക്. ടാക്സി അടക്കമുള്ള വാഹനങ്ങളിലാണ് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിൽ വേനൽ ശക്തമായതോടെ കിണറുകളും കുളങ്ങളും കന്നാരമ്പുഴയും കടമാൻതോടും മുദ്ദളിത്തോടുമെല്ലാം വറ്റിവരണ്ടതോടെയാണ് അലക്കാനും കുളിക്കാനും മറ്റുമായി പുൽപ്പള്ളി മേഖലയിൽ നിന്നും ടാക്സി വാഹനം വരെ വിളിച്ച് പുഴക്കരയിലേക്ക് എത്തുന്നത്. ഇരുളം പുൽപ്പള്ളി മേഖലയിലെ ജനങ്ങളാണ് പുഴക്കരയിലേക്ക് എത്തുന്നത്. കബനി നദിയിലെ വെള്ളം പല ദിവസങ്ങളിലും സ്വകാര്യ വാഹനങ്ങളിൽ നിന്നും വാങ്ങുന്നുണ്ടെങ്കിലും ആവശ്യമായ വെള്ളം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ കബനി നദിയിലെ ജലം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് പുഴയിൽ വെള്ളം ഇത്രയും താഴുന്നത്. കഴിഞ്ഞ ദിവസം വേനൽ മഴ ലഭിച്ചുവെങ്കിലും കബനി നദിയിലെ ജലനിരപ്പ് അനുദിനം താഴുന്ന അവസ്ഥ തന്നെയാണ്. ഇത് കർഷകരെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മഴക്കാലമെത്താൻ ഇനിയും കാത്തിരിക്കേണ്ട സാഹചര്യത്തിൽ ഇനിയുള്ള വേനൽക്കാലം കബനി വെള്ളത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക്. വെള്ളം കെട്ടിക്കിടക്കുന്ന തേന്മാവിൻകടവ്, തോണിക്കടവ്, കുറുവ, വെട്ടത്തൂർ, മരക്കടവ് തുടങ്ങിയ കടവുകളിലാണ് കുളിക്കാനും മറ്റുമായി ആളുകൾ ധാരാളം ഇവിടേക്കെത്തുന്നത്. വയനാട് വിഷൻ, പുൽപ്പള്ളി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക, ഫുട്പാത്ത് കയ്യേറ്റം ഒഴിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ ധർണ നടത്തി. ധർണ CPI കൽപ്പറ്റ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ അംബി ചിറയിൽ ഉദ്ഘാടനം ചെയ്തു. VG വിജയൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ T മണി, ലെനിൻ സ്റ്റാൻസ് ജേക്കബ്, ടൈറ്റസ് കുര്യൻ, സന്ധ്യ വിനോദ്, വിജയൻ തുർക്കി തുടങ്ങിയവർ സംസാരിച്ചു. നാളെ ലോക വനദിനം. വനസംരക്ഷണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും വർഷങ്ങളായി കയ്യേറിയ അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഹെക്ടർ കണക്കിന് വനഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കാര്യക്ഷമമാകുന്നില്ല. കാലാവസ്ഥാ മാറ്റത്തിനും ജലശോഷണത്തിനുമുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് വനനശീകരണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് വനവിസ്തൃതി കൂട്ടാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാണ് വ്യാപകമായി ആരോപണമുയരുന്നത്. അന്യാധീനപ്പെട്ട വനഭൂമി മുഴുവൻ തിരിച്ചുപിടിക്കുമെന്ന് എല്ലാ കാലത്തും സർക്കാരുകൾ പറയാറുണ്ടെങ്കിലും ഇതിന് കാര്യമായ പരിഗണന ആരും നൽകാറില്ലെന്ന് പരിസ്ഥിതിവാദികൾ പറഞ്ഞു. അനധികൃത കയ്യേറ്റങ്ങൾ കൊണ്ട് ഇന്ന് വയനാട് ജില്ലയിലെ ഹെക്ടർ കണക്കിന് ഭൂമി തിരിച്ചു പിടിക്കാൻ പറ്റാതെ സർക്കാരുകളും അതിൻ്റെ വിവിധ വകുപ്പുകളും ഇങ്ങനെ ഒരു അമാന്തം കാണിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ കാടുകളെയും നമ്മുടെ ജൈവ സമ്പത്തുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കർണാടകത്തിലും കേരളത്തിലുമായിട്ട് എത്ര ഹെക്ടർ ഭൂമിയാണ് തീനാളം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞു. അപ്പം നാളുകളിൽ വലിയൊരു ചോദ്യമാണ് ഈ കയ്യേറി ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണെങ്കിലും ഓടി വന്ന് കുടിൽ കെട്ടി കയ്യേറുന്നത് വനഭൂമിയാണെന്നുള്ള ഒരു വലിയ ദുഃഖം നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നു. ജില്ലയിൽ സൗത്ത് വയനാട് വനം ഡിവിഷനിൽ 1369.29 ഹെക്ടർ ഭൂമിയും നോർത്ത് വയനാട് വനം ഡിവിഷനിൽ 369.74 ഹെക്ടർ അതീവ പ്രാധാന്യമേറിയ വനമേഖലയിൽ നിന്നുള്ള ഭൂമിയുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മഴയുടെ അളവ് കുറഞ്ഞ വനമേഖലയായ ഇലകൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധനിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വരണ്ട വനങ്ങൾ, പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ മലനിരകളുടെ മലയിടുക്കുകളിൽ കൂട്ടം കൂട്ടം കാണപ്പെടുന്ന വനമേഖലയായ ചോലവനങ്ങൾ, പർവ്വതനിരകളുടെ ചരിവുകളിൽ കാണപ്പെടുന്ന മരങ്ങൾ കുറഞ്ഞ മേഖലയിലെ പുൽമേടുകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള വനങ്ങളാണ് ജില്ലയിലുള്ളത്. വനഭൂമി കയ്യേറ്റം തിരിച്ചുപിടിക്കണമെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ ഉത്തരവുകൾ നൽകാറുണ്ടെങ്കിലും അതെല്ലാം പേരിന് മാത്രമുള്ള നടപടിക്രമങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ് പതിവ്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. മുട്ടക്കച്ചവടം മുതൽക്കൂട്ടാകുമെന്ന് തെളിയിച്ച് ബത്തേരി വെറ്റിനറി പോളിക്ലിനിക് ക്യാമ്പസിൽ നടക്കുന്ന എഗ് ഫെസ്റ്റ് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് മൃഗസംരക്ഷണ വകുപ്പ് മുട്ടയുടെയും മുട്ട വിഭവങ്ങളുടെയും കോഴികളുടെയും വളർത്തുപക്ഷികളുടെയും സാധ്യതകളെ വിശദമായി പരിചയപ്പെടുത്തി എഗ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നടക്കുന്ന എഗ് ഫെസ്റ്റിന് ജനത്തിരക്കേറി. ബത്തേരി മൃഗാശുപത്രി ക്യാമ്പസിലാണ് മേള നടക്കുന്നത്. വിവിധ ഇനം മുട്ടകൾ, മുട്ട വിഭവങ്ങൾ, വളർത്തുപക്ഷികൾ, അലങ്കാര പക്ഷികൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവുമാണ് നടക്കുന്നത്. സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുമായി വിവിധ ഏജൻസികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗുണമേന്മയുള്ള മുട്ടയുൽപാദനം ഗൃഹാന്തരീക്ഷത്തിൽ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള നടത്തുന്നത്. ബത്തേരിയിൽ നടക്കുന്ന ഈ എഗ് ഫെസ്റ്റ് പ്രോഗ്രാം ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരിപാടി നടപ്പിലാക്കുന്നത്. സാധാരണ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ കന്നുകാലികളുടെ പ്രദർശനം, അല്ലെങ്കിൽ കന്നുകുട്ടികളുടെ പ്രദർശനം, കിടാരികളുടെ പ്രദർശനം ഒക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മുട്ടയ്ക്ക് മുട്ടക്കോഴി വളർത്തലിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തുന്നൊരു പ്രോഗ്രാമാണിത്. അത് നമ്മൾ കോഴി വളർത്തൽ എന്ന് പറയുമ്പോൾ അത് രണ്ട് വിഭാഗമുണ്ട്, ഇറച്ചിക്കോഴി വളർത്തലും മുട്ടക്കോഴി വളർത്തലും. ഈ മുട്ട ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ മുട്ട ഒരു സമീകൃത ആഹാരമാണ്. അതുപോലെ നേരത്തെ മുട്ട കഴിക്കുമ്പോൾ മോശം കൊളസ്ട്രോൾ LDL കൂടുതലായിരിക്കും. അതുകൊണ്ട് മുട്ട പ്രത്യേകിച്ച് ഹൃദ്രോഗികളിൽ ഒന്നും മുട്ട അധികം കഴിക്കരുത് എന്നുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇന്ന് തെറ്റാണെന്നും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല കൊളസ്ട്രോളുള്ള ഒരു ആഹാരമാണ്, അത് സേഫാണ് കഴിക്കാൻ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമാണെന്നുള്ള ഒരു കാര്യം ശാസ്ത്ര വിദഗ്ധർ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. പല വെറൈറ്റി മുട്ടകളും പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന കോഴിയുടെ പല വെറൈറ്റിയുള്ള മുട്ടകൾ, പിന്നെ കുയിലിൻ്റെ മുട്ട, താറാവ് മുട്ട, അതേപോലെ ഓസ്ട്രിച്ച്, വളർത്ത് പക്ഷികളെ മുട്ടകൾ, അങ്ങനെ പല വെറൈറ്റിയുള്ള മുട്ടകളും പ്രദർശനത്തിനും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഇനം തീറ്റ വസ്തുക്കൾ, മരുന്നുകൾ, വാക്സിനുകൾ എന്നിവയും മേളയിൽ ലഭ്യമാണ്. കൂടാതെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകൾ, കുക്കറി ഷോകൾ, മുട്ട വിഭവങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും മേളയിൽ ഉണ്ട്. മേള 21-ന് സമാപിക്കും. ജയരാജ്, ബത്തേരി, വയനാട് വിഷൻ. വയനാട് ജില്ലാ പോലീസ് നിർമ്മിക്കുന്ന ശുഭയാത്ര സുരക്ഷിത യാത്ര ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം വയനാട് ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ ക്യാമറ സ്വിച്ച് ഓൺ ചെയ്ത് നിർവഹിച്ചു. ജില്ലയിലെ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് ട്രാഫിക് ബോധവൽക്കരണം നൽകുന്നതിനു വേണ്ടിയാണ് ഫിലിം നിർമ്മിക്കുന്നത്. വയനാട് ജില്ലാ പോലീസ് കഴിഞ്ഞ ഒരു വർഷമായി നിരവധി ഫോട്ടോ പ്രദർശനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും ലഘുലേഖ വിതരണവും നടത്തിയിട്ടുണ്ട്. ശബരിമല യാത്രക്കാർക്കായി രാത്രി 12 മണി മുതൽ 5 മണി വരെ വിശ്രമത്തിനും ചുക്കുകാപ്പി വിതരണം ചെയ്യുന്നതിനും പ്രത്യേക സംവിധാനവും ഒരുക്കിയിരുന്നു.
കൽപ്പറ്റ ബസ് സ്റ്റാൻഡ്, പൂപ്പൊലി, അമ്പലവയൽ, ബാണാസുര ഡാം, മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ നടത്തിയ കൽപ്പറ്റ ഫോട്ടോ വേൾഡ് ഉടമ KP ഹരിദാസിന്റെ ജാഗ്രതാ ചിത്ര പ്രദർശനം ഏറെ ശ്രദ്ധയാകർഷിച്ചു. SKMJ സ്കൂൾ, GVHSS മുണ്ടേരി, EMS കോളേജ്, നളന്ദ കോളേജ്, ബത്തേരി മുനിസിപ്പൽ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായുള്ള സ്റ്റിക്കറുകളും വിതരണം ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും ജില്ലാ ട്രാഫിക് നോഡൽ ഓഫീസറുമായ KC ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേഷൻ DYSP സജീവൻ, CIPT ജേക്കബ്, കല്ലങ്കോടൻ അബ്ദുള്ള, ജില്ലാ NSS കോർഡിനേറ്റർ P കബീർ, പ്രൊഡക്ഷൻ മാനേജർ KP ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ഷാഫി മേപ്പാടിയാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യുന്നത്. വയനാട് വിഷൻ, കൽപ്പറ്റ. ഫുട്ബോൾ പ്രേമികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറയുകയാണ് വാഴ എന്ന ഹ്രസ്വചിത്രം. വയനാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം ഇതിനോടകം 10,000-ലധികം പ്രേക്ഷകരാണ് യൂട്യൂബിൽ കണ്ടത്. മേപ്പാടി ചുളുക്ക സ്വദേശി ആഷിഖ് ഖാനും കൂട്ടരുമാണ് ചിത്രം അണിയിച്ചൊരുക്കിയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച കളി കാണാൻ പോയപ്പോഴേ അതെ, കുറച്ച് സ്പീഡിൽ പറയണം. പോയിട്ട് വേറെയും പരിപാടി. എന്ത് പരിപാടി? നീ വെറുതെ ചിരിപ്പിക്കരുതേ. പിന്നെ ഇങ്ങനെയൊന്നും പണ്ടൊരു കാര്യമില്ല. നീ പഠിക്കാൻ വിട്ടപ്പോഴേ രാവിലെ ചെടി കയറി ഒളിച്ചിരുന്നു. സ്കൂളിൽ വിടുമ്പോഴേ പിള്ളേരെ പുറകെ പോയാൽ എങ്ങനെയിരിക്കും? നാട്ടിൻപുറത്തെ ഫുട്ബോൾ പ്രേമികളായ ഒരു കൂട്ടം യുവാക്കളുടെ കഥ പറയുകയാണ് വാഴ എന്ന ഹ്രസ്വചിത്രം. നാളെ കളി കഴിഞ്ഞ് എന്നെ കാണാൻ ചേട്ടന്മാര് സ്കൂളിൽ വരില്ലേ? ഗംഭീര കളിയായിരുന്നു. ഫുട്ബോൾ ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്ന യുവാക്കളെ നാട്ടിൻപുറത്തുകാർ വിമർശിക്കപ്പെടുകയും തുടർന്ന് ഇവരെ ഒന്നിനും കൊള്ളാത്തവരായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ഫുട്ബോൾ മാച്ചാണ് ഇവരുടെ സ്വപ്നം. പക്ഷേ ഇവരെ ഒന്നിനും കൊള്ളില്ലെന്നും പകരം ഒരു വാഴ നട്ടാൽ മതിയെന്ന നാട്ടുകാരുടെ പരിഹാസമാണ് വാഴ എന്ന ഹ്രസ്വചിത്രത്തിന്റെ ഇതിവൃത്തം. എന്നാൽ വികലാംഗിയായ പിഞ്ചുകുഞ്ഞിനെ സഹായിക്കുകയെന്ന ലക്ഷ്യം ഈ ചെറുപ്പക്കാർക്കുണ്ടെന്ന തിരിച്ചറിവോടെയാണ് വാഴ എന്ന ഹ്രസ്വചിത്രം അവസാനിക്കുന്നത്. വയനാട് സ്വദേശികളായ വൈശാഖ്, ഇനോഷ്, ഉമ്മർ, താഹിർ, ഉദൈഫ, റിഷാദ്, ജംഷീദ് എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ റിസോർട്ടിൽ ജോലി നോക്കുന്ന 22-കാരൻ ആഷിഖ് ഖാനാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അജു ജോർജ്, സുനു, സാമുവേൽ, ബേസിൽ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ഇതിനോടകം 1500-ൽ പരം പ്രേക്ഷകരാണ് ചിത്രം യൂട്യൂബിൽ കണ്ടത്. മക്കളെ, അത് നിങ്ങൾ എന്തായാലും ഗോളാടിച്ചു. എന്തായാലും മികച്ച മറ്റൊരു ഹ്രസ്വചിത്രം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആഷിഖും കൂട്ടരും. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. അവര് നല്ല ചേട്ടന്മാരാ. എടവക കമ്മനയിൽ തെരുവ് നായയുടെ ആക്രമണം. കേവിൽ രവി എന്ന ആളുടെ ആടുകളെയാണ് നായ കടിച്ചു കൊന്നത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഭയപ്പാടോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. നായശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. കുടിവെള്ള വിതരണ പൈപ്പിനുള്ളിൽ പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തി. കോറോം മരച്ചുവട് കോട്ടപ്പറമ്പിൽ രാജന്റെ വീട്ടിലെ ജലനിധി പദ്ധതിയുടെ കുടിവെള്ള വിതരണ പൈപ്പിലാണ് പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ആകെയുള്ള കുടിവെള്ള സ്രോതസ് മലിനപ്പെട്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രാജൻ. ഇനി വള്ളിയൂർക്കാവ് വിശേഷങ്ങൾ. വയനാടിൻ്റെ ദേശീയ ഉത്സവമായ വള്ളിയൂർക്കാവ് മഹോത്സവത്തിന് നാളെ കൊടിയേറും. നാളെ വൈകുന്നേരം 4 മണിക്ക് താഴേക്കാവിന് സമീപം ആദിവാസി മുപ്പവൻ രാഘവൻ കൊടിയേറ്റും.
ഉത്സവം തുടങ്ങി 7ാം നാളാണ് ഇവിടെ കൊടിയേറ്റ് നടക്കുക. ഉത്സവം തുടങ്ങി 7ാം നാളാണ് കൊടിയേറ്റുക എന്നതാണ് വള്ളിയൂർക്കാവ് ഉത്സവത്തിന്റെ പ്രത്യേകത. നാളെ വൈകിട്ട് 4 മണിക്ക് താഴേക്കാവിന് സമീപം ആദിവാസി മൂപ്പൻ രാഘവൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഗോത്രജനതയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള വള്ളിയൂർക്കാവിൽ കൊടിയേറ്റ് മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആദിവാസികൾ ഒന്നടങ്കം കാവിലേക്കെത്തും. 28-ന് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അടിയറ എഴുന്നള്ളത്തും ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പുലർച്ചെ മേലേക്കാവിൽ നടക്കുന്ന കോലംകൊറയോടെ ഉത്സവം സമാപിക്കും. മീനം 1-ന് ആരംഭിച്ച ഉത്സവം മാർച്ച് 28-നാണ് സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി. സംസ്ഥാന സർക്കാർ, പട്ടികവർഗ വികസന വകുപ്പ്, മാനന്തവാടി നഗരസഭ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മാനന്തവാടി നഗരസഭയിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ വെച്ച് ഭവന നിർമ്മാണ ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. MLA OR കേളു സംഗമം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ VR പ്രവീജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PT ബിജു, ശാരദ സജീവൻ, ലില്ലി കുര്യൻ, കടവത്ത് മുഹമ്മദ്, ശോഭാരാജൻ, ജേക്കബ് സെബാസ്റ്റ്യൻ, പടയൻ റഷീദ്, ഷീജ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരള ഗവൺമെന്റ് 4 പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് നവകേരള മിഷൻ എന്ന് പറഞ്ഞിട്ട് 4 പ്രധാനപ്പെട്ട പദ്ധതികൾ. ആ 4 പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവന്റെ ആവാസ കേന്ദ്രത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള 4 പദ്ധതികളാണ്. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഹൃദു 2017 MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ഏറ്റവും മികച്ച സ്കൂളിലൊന്നായ SKMJ ഹയർ സെക്കൻഡറി വിഭാഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ മാസ്റ്റർ പ്ലാൻ സ്കൂൾ അധികൃതർ തയ്യാറാക്കി നൽകിയാൽ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകുമെന്ന് MLA പറഞ്ഞു. ഞാൻ കൽപ്പറ്റയിൽ ഇവിടെ വസിക്കുന്നത് കൊണ്ടാണ് ഇത് നോട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ, ഈ യുവജനങ്ങൾ ഇനി വിചാരിച്ചാൽ ഈ നാട്ടിൻ്റെ വലിയ നാട്ടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അരുൺകുമാർ CK അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാഫി K, രക്ഷാധികാരിയായ അധ്യാപകൻ ബിനീഷ് KR, ട്രഷറർ ഷംലാസ്, PTA പ്രസിഡന്റ് അജി ബഷീർ, പ്രിൻസിപ്പൽ A സുധാറാണി, അധ്യാപിക TJ നയന, മുൻ അധ്യാപകനായ ജയപ്രകാശ്, മുൻ പ്രിൻസിപ്പൽമാരായ ബാലൻ മാസ്റ്റർ, TP സതീദേവി, TV കുര്യച്ചൻ, അലുമിനി ഭാരവാഹികളായ അജയ് ദാസ്, അഖിൽ ആന്റണി, പ്രവീൺ, പ്രതാപ്, ആശ്രയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് ശിവഗിരി മഠം ഗുരു പ്രസാദ് സ്വാമി. ശ്രീനാരായണ ധർമ്മസ്വാമി ട്രസ്റ്റിന്റെയും ഗുരുധർമ്മ പ്രചാരണ സഭയുടെയും നേതൃത്വത്തിൽ പാടിച്ചിറയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താത്വികമായും ശാസ്ത്രീയവുമായി പഠിപ്പിക്കുകയും ചെയ്ത ഗുരുവിനെ ആഴത്തിലറിയാൻ ഗുരുദേവ കൃതികളെയും ഗുരുദേവന്റെ ജീവിതശാസ്ത്രത്തെയും ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനാണ് സഭയുടെ പ്രചാരണ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ശിവഗിരി മഠം ഗുരു പ്രസാദ് സ്വാമി പറഞ്ഞു. പാടിച്ചിറയിൽ ശ്രീനാരായണ ധർമ്മസ്വാമി ട്രസ്റ്റും ഗുരുധർമ്മ പ്രചാരണ സഭയും സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CK മാധവൻ അധ്യക്ഷത വഹിച്ചു. TK പൊന്നൻ, PN കുമാരൻ, കൃഷ്ണാനന്ദു, ബാബു, അജയകുമാർ പാനൂർ, CK ദിവാകരൻ, KR ഗോപി, CN പവിത്രൻ എന്നിവർ സംസാരിച്ചു. വയനാട് വിഷൻ, പുൽപ്പള്ളി. മുണ്ടക്കൈ GLP സ്കൂൾ ബാലകലോത്സവവും 19ാം വാർഷികാഘോഷവും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈജ ബേബി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ MT മാത്യു, സാജിദ, AK ഷിബു മാസ്റ്റർ, AEO മമ്മു മാസ്റ്റർ, നിസാർ, റജീന, ജോണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്കപ്പിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ്. പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മർദ്ദനമേറ്റ റോയിയുടെ ബന്ധുക്കൾ. 191 കോടിയോളം രൂപയുടെ ബജറ്റുമായി കൽപ്പറ്റ നഗരസഭ. മാലിന്യ സംസ്കരണത്തിനും ഭവനത്തിനും മുൻഗണന. കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ബജറ്റിൽ ഊന്നൽ. ജനക്ഷേമ ബജറ്റ് എന്ന് UDF, ഊതി വീർപ്പിച്ച ബജറ്റ് എന്ന് LDF. വയനാടിന്റെ കായിക കുതിപ്പിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കായിക മന്ത്രി AC മൊയ്തീൻ. നിർദ്ദിഷ്ട മുണ്ടേരി ജില്ലാ സ്റ്റേഡിയം മന്ത്രി സന്ദർശിച്ചു. സ്റ്റേഡിയം നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും മന്ത്രി.
ചെമ്പ്ര എസ്റ്റേറ്റ് ലോക്കൌട്ട്. മാർച്ച് 28-ന് കമ്പനി ഹെഡ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച്. പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനം. നാളെ ലോക വനദിനം. വനസംരക്ഷണത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും വർഷങ്ങളായി കയ്യേറിയ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഹെക്ടർ കണക്കിന് വനം ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ല. കൽപ്പറ്റ വെള്ളാരംകുന്ന് മിച്ചഭൂമിയിലെ ജനങ്ങൾക്ക് യാത്രാ ദുരിതം ഇരട്ടി. പാലമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് നേരെ മുഖം തിരിച്ച് അധികൃതർ. നാട്ടുകാർ പ്രക്ഷോഭത്തിന്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ABC ഹാർഡ്വെയർസ് കൽപ്പറ്റ. ഇതോടെ പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വയനാട് വിഷൻ വാർത്തകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാം. സന്ദർശിക്കുക facebook/വയനാട് വിഷൻ ന്യൂസ്. യൂട്യൂബിൽ വാർത്തകൾക്കായി സന്ദർശിക്കുക വയനാട് വിഷൻ ചാനൽ.